കപ്പയും ബീഫും വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ എല്ലോട് കൂടിയ ബീഫാണ് നമുക്ക് കപ്പയും ബീഫും വെക്കാനായിട്ട് ടേസ്റ്റ്. അതുപോലെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കരുത്. നമ്മൾ ഇറച്ചി ബീഫ് കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന പോലെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കാതെ അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ബീഫ് നമ്മൾ ആദ്യം വേവിക്കണം. അപ്പോൾ ഈ ബീഫിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ പൊടികൾ, മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പൊടികളെല്ലാം ഒന്ന് നമുക്ക് നമ്മൾ നാടൻ ബീഫ് കറിയിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊടികൾ ചൂടാക്കുമ്പോൾ നമ്മൾ ഈ ബീഫിനും കപ്പയ്ക്കും ആവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും നമ്മളിപ്പോൾ തന്നെ ബീഫിൻ്റെ കൂടെ തന്നെ വേവിക്കുകയാണ്. പിന്നെ ബീഫ് വെന്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ പൊടികളോ മസാലപ്പൊടികളോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതനുസരിച്ച് പൊടികൾ നമ്മൾ കപ്പയ്ക്കും ബീഫിനും കൂടി വേണ്ടിയിട്ടുള്ള കണക്കിൽ തന്നെ പൊടികളെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി ഒരു 3 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബീഫിനും കപ്പയ്ക്കും നല്ല ബ്രൗൺ കളർ നമുക്ക് കിട്ടും. ഇനി ഇങ്ങനെ ഇല്ലാതെയും ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു കളറിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ഇടുന്ന പൊടികൾ മാത്രമേ ഉള്ളൂ ഈ കപ്പയിലേക്കും ബീഫിലേക്കും നമ്മൾ ഇടുന്നുള്ളൂ. ഇനി നമ്മൾ വേറൊരു പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് എടുക്കാം. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. പൊടി ഇടുമ്പോൾ നമുക്ക് ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷേ നമുക്കിനകത്തേക്ക് കപ്പയും കൂടി ഇടാനുള്ളതാണ്. അപ്പോൾ അതിനും കൂടി ഒരുമിച്ചുള്ള മസാലയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നല്ലോണം ചതച്ചത്, അതുപോലെ നല്ലോണം വെളുത്തുള്ളി. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ വെളുത്തുള്ളി എടുത്തേക്കുന്നത്. വലിയ വെളുത്തുള്ളി അതൊരു 10-15 വെളുത്തുള്ളിയോളം ഉണ്ട്. അത് നല്ലോണം ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വിനീഗറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലോണം കൈവച്ച് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ കറിവേപ്പില ഇടുന്നില്ല കേട്ടോ. കുക്കറിലിടുമ്പോൾ കറിവേപ്പില ഇടുന്നത് അത്ര സേഫ് അല്ലല്ലോ. നമുക്കിനി ഇത് വെന്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കൈവച്ച് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ബീഫും അതുപോലെ നമ്മുടെ മസാലകളും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഇത് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തുടഞ്ഞ് പോകരുത്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ബീഫ് ഒരു 2-3 വിസിലിനുള്ളിൽ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള കപ്പയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 800 ഗ്രാമോളം കപ്പയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. ആ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കപ്പ വേവിക്കാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ കപ്പയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കപ്പയും ബീഫും നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് രണ്ടും വെന്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കണ്ടോ, ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എല്ലാവരും
എല്ലോടുകൂടിയുള്ള ബീഫ് തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലോണം. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിരുന്നല്ലോ, കപ്പ ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെന്തുടഞ്ഞു പോകാണ്ട് ഇതുപോലെ ഞാൻ ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ ബീഫിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കപ്പയും ബീഫും നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിൻ്റെ ഇതിൻ്റെ അടുപ്പ് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി, ഫുള്ളായിട്ട് ലോക്ക് ചെയ്യണ്ട. നമുക്കിനി ഇനി വിസിലൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നൊന്ന് ആവി കയറിയാൽ മാത്രം മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് ഞാനിപ്പോൾ ഈ ബീഫും കപ്പയും കൂടെ ഇട്ടത് ഞാൻ ഇപ്പുറത്തെ ഗ്യാസിലേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തിടുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങ നമുക്ക് ഈ സമയത്ത് തേങ്ങ വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലാതെ വറുത്താലും കുഴപ്പമില്ല. അതിനകത്തേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. തേങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ വരെ, ഈ ഒരു ബ്രൗൺ കളറിൽ വരെ വറുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആയിട്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ആഡ് ചെയ്തായിരുന്നു. ഏകദേശം 1 കപ്പോളം. അപ്പോൾ നിങ്ങൾക്ക് 1 മുതൽ 1.25 കപ്പ് വരെ തേങ്ങ എടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. ഇനി തേങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ സ്റ്റേജിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം, ആവി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നല്ലോണം ആവി വന്നിട്ടുണ്ട്. കുക്കറിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ നല്ല കപ്പയും ബീഫും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എടുത്ത് ഗ്യാസിൽ നിന്ന് താഴെ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഈ തേങ്ങ വറുത്ത് വെച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്കൊന്നും കൂടെ ചെയ്യാനുള്ളത് കുറച്ച് ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമുക്കിനി അതും കൂടെ ഒന്ന് ചെയ്യാം. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുക. നമ്മൾ കപ്പയും ബീഫും ഒക്കെ നമ്മുടെ നാടൻ വിഭവങ്ങളല്ലേ, അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും അതുപോലെ വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ തേങ്ങ നേരത്തെ ഇട്ട് കൊടുത്തല്ലോ വറുത്തത്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബീഫിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഉള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണയോടുകൂടി തന്നെ. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കപ്പയും ബീഫും എല്ലാം കൂടെ ഒരുപോലെ ആവാനായിട്ട് നല്ലോണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലോണം നിങ്ങളത് മിക്സ് ചെയ്തെടുക്കുക. ഉണ്ടാവും. ഇനി ഞാനിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് എരിവുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസുകൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്